പോസ്റ്റേഴ്സ് തന്നെയാണ് ഏറ്റവും ആക്സസിബിൾ ആയിട്ടും ഈ പറയുന്ന പോലെ വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ള മീഡിയം ബിഫോർ എ മൂവീസ് ബീൻ റിലീസ്ഡ്. അപ്പം ഹൗ ഇഫക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പോസ്റ്റേഴ്സ് തന്നെയാണ് നമുക്കൊരു മൂവി ഇറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ആ മൂവിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നത്. ഫ്രം ദി ഫിലിം മേക്കേഴ്സ് പെർസ്പെക്റ്റീവ് നമ്മൾ ഓഡിയൻസിനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ്സ് ത്രൂ പോസ്റ്റേഴ്സ്. അപ്പോൾ അത് ഇസ് ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ടൈമിൽ. അപ്പോൾ ദാറ്റ് സെറ്റ്സ് ദി മൂഡ് ഓഫ് ദി മൂവി. എന്തായിരിക്കണം ആ മൂവിയിൽ കൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഇനീഷ്യൽ ഫേസിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇറ്റ്സ് ത്രൂ പോസ്റ്റേഴ്സ്. അപ്പോൾ അതിൽ നമുക്കൊരു നല്ല എമൗണ്ട് ഓഫ് എന്താ പറയുക ഓഡിയൻസിന് ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ കൊണ്ടുവരികയും ഈ പറയുന്ന പോലെ ഓഡിയൻസിന് ചിലപ്പോൾ മൂവിനോടുള്ള ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു ജോണറാണോ ഇത്, അല്ലെങ്കിൽ ഇത് അവരുടെ കപ്പ് ഓഫ് ടീ ആണോ എന്നുള്ള സംഭവങ്ങളൊക്കെ അവർ ഡിസൈഡ് ചെയ്ത് തുടങ്ങുന്നതും എല്ലാം പോസ്റ്റേഴ്സിൽ കൂടെ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ മനസ്സിലും ഉണ്ടാവുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ടീമിൻ്റെ ഉള്ളിൽ ഡിസ്കസ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒരു ആർട്ട് വർക്ക് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ അത്രയും കെയർഫുൾ ആയിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ വി ഫീൽ ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന പോസ്റ്റർ ഇറ്റ്സ് ആക്ച്വലി കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ടോണിലാണ് വിച്ച് ഇസ് നോട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ദി വിഷ്വൽ ഓർ ദി നാരേറ്റീവ് ദാറ്റ് ദി മൂവീസ് ബീൻ ടോക്കിംഗ് അബൌട്ട് ആണെങ്കിൽ ഇറ്റ് ആക്ച്വലി ഈ പറയുന്ന പോലെ ഓഡിയൻസിൻ്റെ ഒരു പ്രതീക്ഷ മാറ്റും. അല്ലെങ്കിൽ അവർ വേറെ എന്തോ പ്രതീക്ഷിച്ച് വന്ന് പിന്നെ തിയേറ്ററിൽ കാണുമ്പോൾ വേറെ എന്തോ ഔട്ട്പുട്ട് കിട്ടി എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പം ആക്ച്വലി ആ ടോൺ സെറ്റ് ചെയ്യാനായിട്ട് പോസ്റ്റേഴ്സ് റിയലി ഹെൽപ്പ്. ബിക്കോസ് ഇറ്റ് ഈസ് ആക്ച്വലി എ മിക്സ് ഓഫ് മെനി തിങ്സ്. ചിലപ്പം സ്റ്റിൽസിൻ്റെ മാനിപ്പുലേഷൻ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫിക്കൽ ലാംഗ്വേജസ് ആവാം. അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡിങ്സോ ക്യാപ്ഷൻസോ ടൈറ്റിൽസോ. അപ്പോൾ എവറി ടൈം വെൻ യു have a poster being released before a movie, it actually sets the tone of the movie from the initial stage itself. അപ്പം that is what is helping people communicate or relate with movie. നമ്മൾ പെട്ടെന്ന് ഒരു മൂവി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ഈ പറയുന്ന പോലെ ഒന്നെങ്കിൽ ആ പോസ്റ്ററിന്റെ ഇമേജറിയോ അല്ലെങ്കിൽ ആ ടൈറ്റിലിന്റെ ഇമേജറിയോ ആയിരിക്കും. അപ്പം ദാറ്റ് ഈസ് ഹൗ പവർഫുൾ എ പോസ്റ്റർ ഓർ ദാറ്റ് മീഡിയം ഓഫ് ഫിലിം മാർക്കറ്റിംഗ് തിങ് ഇസ്. ജേർണി ടു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി മമ്മൂട്ടി കമ്പനീൻ്റെ ലോഗോ റീവാമ്പിൽ കൂടെയാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ദർ വാസ് ദിസ് ഓപ്പൺ കോൾ ഫോർ പീപ്പിൾ ടു ഡു മമ്മൂട്ടി കമ്പനീൻ്റെ ലോഗോ റീവാമ്പിങ്. അപ്പോൾ അതിൻ്റെ പോയിന്റിലാണ് എൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തതും. ആൻഡ് ഓൾ ഓഫ് ദിസ് ഹാപ്പൻ ബിക്കോസ് ഓഫ് മമ്മൂക്കയുടെ മോളുണ്ട് സുർമിത. അപ്പം സുർമിത ആയിരുന്നു എൻ്റെ ആ ലോഗോൻ്റെ ഇത് പ്രൊസീഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രീൻ സിഗ്നൽ തന്നതും. പിന്നെ അവിടെ നിന്നാണ് പിന്നെ ഇത് അവർ സെലക്ട് ചെയ്തത് നമ്മൾ വിളിച്ച് അറിയിക്കുന്നതും. അപ്പോൾ ആ ഒരു ലോഗോ വർക്കിന് ശേഷം ഐ വാസ് ഏബിൾ ടു വർക്ക് ഫോർ കപ്പിൾ ഓഫ് പ്രോജക്ട്സ് ഓഫ് മമ്മൂക്ക, നോട്ട് റിലേറ്റഡ് ടു മൂവി ബട്ട് ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഐ ഹാഡ് ദി ചാൻസ് ടു ഡയറക്ട്ലി മമ്മൂക്കാൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു ലോഗോ ആൻഡ് റീബ്രാൻഡിങ് ഓഫ് എ പ്രോജക്റ്റ്. അപ്പോൾ അന്നത് പോയിക്കൊണ്ടിരുന്നപ്പോൾ ആക്ച്വലി ഞാനൊരു ആർക്കിടെക്റ്റ് കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷനിൽ ഇറ്റ് വാസ് എ ഹ്യൂജ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാഫ് ആൻ അവർ ടു 1 hour ഡിസ്കഷൻ ആയിരുന്നു. അപ്പം അത് പ്രസൻറ്റേഷൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ചോദിച്ചത് ഈ പറയുന്ന പോലെ പുതിയൊരു മൂവി ഉണ്ട്, അപ്പോൾ അതിൻ്റെ ടൈറ്റിൽസ് ദേ ഹാഡ് ഡൺ കപ്പിൾ ഓഫ് ഓപ്ഷൻസ്. അപ്പോൾ അതല്ല പ്രൊസീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിനക്ക് ഒരു ഓപ്ഷൻ നിനക്ക് ചെയ്ത് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് ചോദിക്കുന്ന ഫസ്റ്റത്തെ എന്താ പറയുക, എസ്പെഷ്യലി ഫോർ എ മൂവി പ്രോജക്റ്റ്. അപ്പം ഞാൻ മുന്നേ ടൈറ്റിൽസിൽ വർക്ക് ചെയ്തില്ല, ബട്ട് ആസ് എൻ ആർക്കിടെക്ട് ആൻഡ് ബ്രാൻഡ് ഡിസൈനർ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഗ്രാഫിക്സും പോസ്റ്റേഴ്സിലും എല്ലാത്തിലും എൻ്റെ പ്രസൻറ്റേഷൻസിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മമ്മൂക്കയുടെ ആ ഒരു ഈ ടൈറ്റിൽ ചെയ്ത് നോക്കുക എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നിട്ടാണ് ഈ പറയുന്ന മൂവി ജേർണീൻ്റെ തുടക്കം തന്നെ. അപ്പോൾ നമുക്ക് ജോർജ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നെക്സ്റ്റ് ഡേ സെറ്റിൽ പോയി ജിതിൻ ചേട്ടനെ ഫസ്റ്റ് ആയിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് പ്രയറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചെന്നപ്പോൾ തന്നെ ജിതിൻ ചേട്ടൻ എനിക്കൊരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു കഥേൻ്റെ ഒരു നാരേറ്റീവ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇറ്റ് വാസ് എ റിയലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ ടു ഗോ ടു എ സെറ്റ്, ലിസൺ ടു ദി സ്ക്രിപ്റ്റ്. അപ്പം അതിലുള്ള എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ടൈറ്റിൽ ചെയ്യാനായിട്ടാണ് എനിക്ക് കിട്ടിയത്.
അപ്പോൾ അത് കഴിഞ്ഞു. ആൻഡ് ടൈറ്റില് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഡേറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഐ ഹാഡ് ടു സ്റ്റോപ്പ് ഓൾ അതർ വർക്ക്സ്. ഞാൻ ഫുള്ളി ഇതിനകത്തേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ റിസർച്ചും കാര്യങ്ങളും ഐ ഹാഡ് ടു ഡു എ ലോട്ട് ഓഫ് റിസർച്ച്, ലുക്ക് അറ്റ് അതർ പ്രോജക്ട്സ്, എന്തൊക്കെയാണ് ടൈറ്റിൽസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആകുമ്പോൾ ഐ നോ ദർ മൈ ബി ലോട്ട്സ് ഓഫ് ഫ്ലോസ് ഇൻ ഇറ്റ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ കുറേ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ്. പിന്നെ കുറേ ഓപ്ഷൻസ് ജനറേറ്റ് ചെയ്തു, കുറേ ഐഡിയാസ് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഒരു മൂഡ് ബോർഡ് പോലെ തന്നെ അത് ചെയ്ത് ഒരു ടൈറ്റിൽ കാര്യങ്ങളിനകത്തേക്ക് എത്തി. അതായിട്ട് കളങ്കാവലിൻ്റെ തന്നെ ഒരു ഷൂട്ട് നടക്കുന്ന സെറ്റിലേക്ക് പോയി. അവിടെ മമ്മൂക്കയുടെ ക്യാരവണിലേക്ക് അങ്ങനെ ഫസ്റ്റ് ആയിട്ട് കയറി. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ മമ്മൂക്കാക്ക് ഇത് പ്രസൻറ്റ് ചെയ്ത് കൊടുത്തത്. കളങ്കാവലിലെ സെറ്റിൽ വെച്ചിട്ട് മമ്മൂക്ക ഇങ്ങനെ ക്യാരവണിനകത്തേക്ക് കയറി. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് മമ്മൂക്ക അടുത്ത് ഈ ടൈറ്റിൽ പ്രസൻറ്റ് ചെയ്തു. ഇറ്റ് വാസ് എ ഹ്യൂജ് എക്സ്പീരിയൻസ് ഫോർ മീ. ഓൾമോസ്റ്റ് ഒരു 2.5 hours മേലെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു ഈ ടൈറ്റിലേക്ക് എത്തിയതിൻ്റെ. ഫുൾ മമ്മൂക്കാക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും ഹി വാസ് റിയലി ഹാപ്പി. എൻ്റെ അടുത്ത് കൊള്ളാടാന്നാണ് പറഞ്ഞത്. അപ്പം ദാറ്റ് ഇറ്റ് സെൽഫ് ഗിവ് മീ ദാറ്റ് ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ള ഒരു എനർജി ടു വർക്ക് ഓൺ ഇറ്റ്. ആൻഡ് അപ്പോൾ തന്നെ ജിതിൻ ചേട്ടനെ വിളിച്ചു, നമുക്ക് കാണിച്ചു. ആൻഡ് ദേ ബോത്ത് വെർ റിയലി ഹാപ്പി. നമുക്ക് പറഞ്ഞു ഞാൻ വിചാരിച്ചതിൽ മേലേക്കാണ് സാധനം പോയിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര വലിയൊരു ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു അംഗീകാരമാണ് അപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അവിടെ അത് ഇരുന്ന് ഞാൻ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് 2-3 സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിതിൻ ചേട്ടനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെ. അപ്പോൾ അതിൽ ഒരു വാ, മലയാളം ആൽഫബറ്റ് വാനൊരു ചെറിയൊരു ട്വീക്ക് ചെയ്യാനുണ്ടായിരുന്നു. ആക്ച്വലി അത് ഭയങ്കര വാലിഡ് ആയിട്ട് എനിക്കും തോന്നി. അപ്പോൾ ഞാൻ ലാപ്പായിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് കറക്ഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഇരുന്ന് കറക്ഷൻ ചെയ്തു, എല്ലാം കാണിച്ചു. അങ്ങനെ ടൈറ്റിൽ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എൻ്റെ അടുത്ത് അപ്പോൾ പോസ്റ്റേഴ്സ് ചെയ്യല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നമുക്ക് അടുത്ത് ഞാൻ ഈ പറയുന്ന പോലെ മൂവി പോസ്റ്റേഴ്സ് ഇസ് ഡെഫിനറ്റ്ലി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ് ടു വർക്ക് ഓൺ. നമ്മളൊരു ഗ്രാഫിക്കും ബാക്കി പോസ്റ്റേഴ്സ് വർക്ക്സ് ചെയ്യുന്ന പോലെ അല്ല മൂവീൻ്റെത്. അപ്പോൾ ഞാൻ നമുക്ക് അടുത്ത് അങ്ങോട്ട് ചോദിച്ചു, നമുക്കത് എന്ന് ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു, ഞാൻ നിന്നടുത്ത് ചെയ്യുമെന്ന് ചോദിച്ചല്ല, ചെയ്യാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. They started this completely new journey of working for a movie. എനിക്കൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആയിരുന്നു അത് ഏറ്റെടുക്കുക എന്നുള്ളത്. ഐ ഹാപ്പിലി ടുക്ക് ഓവർ ദി പ്രോജക്റ്റ്. പിന്നെ അവിടെ നിന്ന് പിന്നെ കോൺസ്റ്റന്റ് ഡിസ്കഷൻസ്. ആസ് യു നോ, ഒരു പുതിയ ഒരാൾക്കൊരു ഫിലിമിനകത്തേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ എക്സൈറ്റ്മെന്റും, അതിൽ ആൾക്കാരായിട്ട് പരിചയപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഓരോരോ ഫീലിങ്സും, ഡിസ്കഷൻസിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ പോയിന്റ്സിൽ ഓരോ ഹൈയും, പിന്നെ പിന്നെ എല്ലാത്തിനും മേലെ നമുക്കൊരു ഹ്യൂജ് ടെൻഷനും ഒരു വറി ഉണ്ടാവും, ഇതെന്താകും, അല്ലെങ്കിൽ ഇത് ശരിയാണോ ചെയ്യുന്നതെന്നൊക്കെ. ഫോർ മീ പോസ്റ്റർ മേക്കിംഗ് കാര്യം അത്രയും കൂടെ ഒരു സീരിയസ് നോട്ടിനകത്തേക്ക് പോകുമ്പോൾ ഐ ഹാഡ് ടു ലേൺ സോ മെനി തിങ്സ്. യൂട്യൂബിൽ നോക്കി പഠിക്കേണ്ടതായിട്ടും ഒക്കെ ആയിട്ട് ഞാൻ കുറേ എൻ്റെതായ ടെക്നിക്സ് കൂടാണ്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. സ്റ്റിൽ ഐ എം ലേണിംഗ് ലോട്ട് ഓഫ് തിങ്സ്. ഈ പറയുന്ന പോലെ ബാക്കി ഐ എം നോട്ട് സോ പ്രൊഫഷ്യൻ്റ് ഇൻ ഈ പറയുന്ന പോലെ ഫോട്ടോഷോപ്പ് ഓർ ഇല്ലസ്ട്രേറ്റർ. എൻ്റെതായിട്ടുള്ള വർക്ക്സിന് വേണ്ടിയിട്ട് ഓരോ ടൂൾസ് പഠിക്കില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി അത് പഠിച്ചുകൊണ്ട് ആണ് പിന്നെ ഓരോ കൺസെപ്റ്റ്സ് പ്രിപ്പയർ ചെയ്ത് ഓരോന്ന് ചെയ്യും. നമുക്കൊക്കെ അയക്കും. ഇപ്പം ഹിൽ ഗിവ് ഹിസ് ഫീഡ്ബാക്സ്. പിന്നെ ഹ്യൂജ് സപ്പോർട്ടായിട്ട് ജിതിൻ ചേട്ടൻ ഉണ്ടാവും. ജിതിൻ ചേട്ടൻ റൈറ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യും, ഇതിങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. പിന്നെ ഇതിന് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആഷിഖ് ഉണ്ട്. ആഷിഖും ജിതിൻ ചേട്ടനും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ അവർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ഓൾട്ടറേഷൻസ് വരുത്തിക്കും. പിന്നെ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി എ ഹ്യൂജ് ടീം എഫേർട്ട്. ഇപ്പം ഇതിനകത്തുള്ള ജോജേട്ടനാണെങ്കിലും നമ്മളെന്തെങ്കിലും അയക്കുമ്പോൾ തന്നെ അവർക്ക് ഇത് വർക്ക് ആവില്ല എന്നാണെങ്കിൽ അപ്പം തന്നെ പറയും ഇത് വർക്ക് ആവില്ല. അപ്പം ആ ഒരു സാധനം നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ എത്ര ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ദേ ഗിവ് us immense സപ്പോർട്ട്. ഇത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഇതിനകത്തേക്ക് ഉണ്ടായിരുന്നു. അതെന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിരുന്നു. മമ്മൂട്ടി കമ്പനീൻ്റെ റീവാമ്പ് നടക്കുന്നത് ആക്ച്വലി അതിനൊരു എക്സിസ്റ്റിംഗ് ലോഗോ ഉണ്ടായിരുന്നതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടാണ് ഈ റീവാമ്പിങ് ഒരു പ്രോജക്റ്റ് ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു ഓപ്പൺ കോൾ പോലെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ആ ലോഗോൻ്റെ ഒരു ടൈറ്റിൽ ആനിമേഷനും കഴിഞ്ഞിട്ട്, അപ്പോൾ ഇഫ് ഐ എം നോട്ട് റോങ് അത് എനിക്ക് തോന്നുന്നു ഒരു നൻപകൽ നേരത്തെ മയക്കത്തിൻ്റെ സ്ക്രീനിങ്ങിൽ ആ ടൈറ്റിൽ ആനിമേഷൻ വന്നിട്ടുണ്ട്. യൂട്യൂബിലുണ്ട് അത് യൂണോണിയൻസ് എന്ന് പറയുന്ന ഒരു ആനിമേഷൻ ടീം, നമ്മുടെ ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ആനിമേഷൻ ടീമാണ്. ദേ ഹാവ് ഡൺ ലൈക്ക് എൻ നമ്പർ ഓഫ് പ്രോജക്ട്സ് ഇപ്പോൾ
എല്ലാം നമുക്കറിയാവുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള പ്രോജക്ട്സുമാണ്. അപ്പോൾ ഇറ്റ് ഓൾറെഡി ഹാഡ് ദിസ് എലമെന്റ് ഓഫ് ക്യാമറ ഇൻ ഇറ്റ്. അപ്പോൾ അതിനകത്തേക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ട്വീക്ക് വരരുത് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ലോഗോ ഡിസൈനറായിട്ടും എൻ്റെ ഒരുപാട് പ്രോജക്ട്സ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം ഫോർ മീ എൻ്റെ ഒരു പേഴ്സണൽ വർക്കിങ്ങിൽ ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക അതിൻ്റെ ഒരു റിസർച്ച് പാർട്ട്, അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ഇറ്റ് വാസ് മൈ ഫസ്റ്റ് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള, എസ്പെഷ്യലി ആ വർക്ക് ഫോർ മമ്മൂക്ക. അപ്പോൾ ഇറ്റ് ഈസ് ദാറ്റ് ഹ്യൂജ്. അപ്പോൾ ഇത്തരം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പം ഫസ്റ്റ് ആയിട്ടുള്ളൊരു മൂവി ലോഗോ പ്രോജക്റ്റ് ഇത് തന്നെ കിട്ടാന്ന് പറയുന്നത് ഐ കാണ്ട് ആസ്ക് ഫോർ എനിത്തിങ് ബെറ്റർ ദാൻ ദിസ്. അപ്പോൾ അങ്ങനെ ഐ ട്രൈ ടു വർക്ക് ഓൺ ഇറ്റ്. അപ്പം നമ്മുടെ വർക്ക് സെലക്ട് ആവില്ലെന്നൊന്നും നമുക്കറിയില്ല, നമ്മൾ ഓപ്ഷൻസ് ചെയ്ത് ഇങ്ങനെ അയക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പോയിന്റിൽ ഐ ട്രൈ ടു വർക്ക് ഓൺ വിത്ത് ഫ്യൂ എലമെന്റ്സ് ഓഫ് മമ്മൂട്ടി കമ്പനി എന്നുള്ള പേരിൽ തന്നെയുള്ള ആ ഒരു റീജിയണൽ എലമെന്റും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഒരു സംഭവം കിട്ടണം, ഒരു മിക്സ് ഓഫ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് ഓൾസോ ദിസ് എലമെന്റ് ഓഫ് ക്യാമറ. അപ്പോൾ അതിന് ഞാനൊരു ഹ്യൂജ് പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്തായിരുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ തോട്ട് പ്രോസസ്സ് ഉള്ളതെന്നൊക്കെ. പിന്നെ ലോഗോനകത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ ദർ ആർ മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് ദാറ്റ് വി ഗെറ്റ്. ഇപ്പോൾ ചിലവർക്ക് അതൊരു സൂപ്പർ മിനിമൽ ആയിരിക്കും താല്പര്യപ്പെടുക, ചിലവർക്ക് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റഡ് ആയിട്ടുള്ളൊരു വർക്ക് ആയിരിക്കും ഇഷ്ടപ്പെടുക. ഈ പറയുന്ന പോലെ ലോഗോ ഇറ്റ് സെൽഫ് ദർ ഇസ് അറൌണ്ട്, ഇഫ് ഐ നോട്ട് റോങ്, ഒരു 9 ബ്രോഡ് കാറ്റഗറീസ് ഉണ്ട്. ലൈക്ക് ലോഗോ മാർക്ക്, വേർഡ് മാർക്ക്, ക്രസന്റ്, അങ്ങനെ കുറെ കാറ്റഗറീസ് ഉണ്ട്. ഐക്കൺസ്, മാസ്കോട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെയൊക്കെ അടിയിൽ ആക്ച്വലി നമുക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ ലോഗോസും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ഫോർ മീ വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇൻ ദ പ്രോസസ് ഓഫ് ലോഗോ മേക്കിംഗ് ഇസ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രയോറിറ്റി ഇറ്റ്സ് ദ ക്ലയൻറ്റ്സ് നീഡ്സ്, അല്ലെങ്കിൽ ക്ലയന്റിന് അത് ഇഷ്ടപ്പെടാന്നുള്ളത്. ആൻഡ് ഓൾസോ സിൻസ് ദിസ് ഇസ് സംതിങ് ഫോർ ദി ക്ലയന്റ് ദാറ്റ് ദേ വോണ്ട് ടു എക്സിബിറ്റ്, അല്ലാണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇറക്കി അത് ഐഡന്റിഫൈ ചെയ്യുന്നതല്ല. അപ്പൊ എവറി പ്രോജക്ട് ഇസ് ഹാവിങ് ദെയർ ഇറ്റ്സ് ഓൺ ബ്രീഫ്. അപ്പോൾ ഫോർ എ ലോഗോ ഇറ്റ്സെൽഫ്, നമ്മൾ ലോഗോ എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ജസ്റ്റ് ഒരു പേര് മാത്രം എഴുതുന്നതാവാം ലോഗോ, അപ്പൊ അതിനെ നമ്മൾ വേർഡ് മാർക്ക് എന്ന് പറയാം. അപ്പൊ അതുപോലെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു കോർ തിങ് വാസ് ടു കമ്പൈൻ ദിസ് തിങ് എന്നാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്തിരുന്നത്. അപ്പം നമ്മളുടെ വർക്കിന്റെ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ ഈ പ്രോജക്റ്റിന് വേണ്ടി ക്ലയന്റിനായിട്ട് സെറ്റ് ചെയ്യുന്ന ബ്രീഫിന്റെ ഔട്ട്പുട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഫൈനലി ഐ വർക്ക്ഡ് ഓൺ ഇറ്റ്. അതെങ്ങനെ വന്നു, അത് സെലക്ട് ചെയ്തു ആ ഒരു ഓപ്ഷൻ. അപ്പം ഞാൻ അതിന്റെ ഒരു പ്രീ വർക്കും കാര്യങ്ങളൊക്കെ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഐ ഹാവൻ പോസ്റ്റഡ് ദി പ്രോസസ് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ ഇറ്റ് വാസ് എ ഹ്യൂജ് പ്രസന്റേഷൻ. അത് കഴിഞ്ഞിട്ടാണ് ലോഗോനകത്തേക്ക് ലാൻഡ് ചെയ്യുന്നത്. അപ്പം എൻ്റെ മോസ്റ്റ് ഓഫ് ദി വർക്ക്സ് ഐ ഡു എ ഡീറ്റെയിൽ പ്രസന്റേഷൻ ഓർ സ്റ്റോറി ബോർഡ് ഓഫ് ഇറ്റ്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ലൈക്ക് ആ ലോഗോ സെലക്ട് ചെയ്തത്. ആൻഡ് എവറിഥിങ് ആക്ച്വലി സ്റ്റാർട്ടഡ് ഫ്രം ദാറ്റ് പോയിന്റ്. ആൻഡ് അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് സുർമിത്താൻ്റെ അടുത്താണ്, മമ്മൂക്കാസ് ഡോട്ടർ. ഷീ ഈസ് ദ വൺ ഹൂ ഗേവ് ദി ഗ്രീൻ സിഗ്നൽ ടു ഗോ ഹെഡ് വിത്ത് ദിസ് ഓപ്ഷൻ. ആൻഡ് ആളുടെ ഒരു കോൺസ്റ്റന്റ് സപ്പോർട്ട് അതിനുശേഷം എനിക്ക് എല്ലാ പ്രോജക്റ്റിലും, ഇപ്പൊ മമ്മൂട്ടി ഹൗസിന്റെ ബ്രാൻഡിങ്ങിലും അതിനുശേഷം വന്ന പ്രോജക്ട്സിലൊക്കെ ആണെങ്കിലും ഷീ റിയലി സപ്പോർട്ടഡ് മീ ഫോർ ലൈക്ക് ഗോയിങ് ഹെഡ് വിത്ത് മെനി തിങ്സ്. ആളുടെ സജഷൻസ് ഒക്കെ ഭയങ്കര വാല്യുബിൾ ആയിരുന്നു എനിക്ക്. അതിലിപ്പോ ഐ തിങ്ക് ദർ ഇസ് നോ സിംഗിൾ വേർഡ് ഓർ ഒരു സിംഗിൾ സെന്റൻസിൽ എനിക്ക് ഒരിക്കലും ഒതുക്കാൻ പറ്റുന്ന ഒരു ആൻസറേ അല്ല ആ ഒരു ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ഈ ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് വർക്കിംഗ് വിത്ത് മമ്മൂക്ക, ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനിത്തിങ് ബെറ്റർ ദാൻ ദിസ് ഐ ക്യാൻ ഗെറ്റ് in my life, to even not just in film industry, overall നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. because to work with him on my first project itself is like a huge blessing for me. അതും കളങ്കാവലും കൂടെ ആവുന്നത് എനിക്ക് സൂപ്പർ സ്പെഷ്യൽ ആണ്. എസ്പെഷ്യലി ഈ പ്രോജക്റ്റും ആക്ച്വലി ഗിവ് മീ സോ മെനി, എന്താ പറയാ, എൻ്റെ ഒരുപാട് കൈൻഡ് ഓഫ് തോട്ട്സും ഐഡിയാസ് എനിക്ക് അപ്ലൈ ചെയ്യാനും കൂടെ പറ്റിയൊരു സ്റ്റോറി ലൈനുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് കിട്ടിയതും ഒരു കോയിൻസിഡൻസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നൊരു സമയം. അപ്പോൾ ഡെഫിനറ്റ്ലി ദാറ്റ് ടൈം എന്നുള്ളൊരു ഫാക്ടർ തന്നെ ആയിരിക്കണം. ആൻഡ് വർക്കിംഗ് ഫോർ മമ്മൂക്ക ഇൻ ദ ഫസ്റ്റ് പ്രോജക്റ്റ്, ഐ കുഡന്റ് ആസ്ക് ഫോർ എനിത്തിങ് മോർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കാരണം ഈ ഒരു പ്രോജക്റ്റിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ ഇവരായിട്ടുള്ള ഡിസ്കഷൻസ്, അല്ലെങ്കിൽ ദ വേ ഇവർ നമ്മുടെ ഈ വർക്കിനെ അവർ ജഡ്ജ് ചെയ്യുന്ന രീതിയോ, അല്ലെങ്കിൽ അവർ പറയുന്ന ഇൻപുട്സോ, അവരുടെ സൈഡിൽ നിന്ന് വരുന്ന എല്ലാ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ്, അതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത്, ആൻഡ് ഓൾസോ വർക്കിംഗ് വിത്ത്
മൾട്ടിപ്പിൾ പീപ്പിൾ ആൻഡ് ഓൾസോ നമ്മളിതിൽ ചെയ്യുന്ന കാര്യം ഇത്രയും വലിയൊരു ഓഡിയൻസ് പ്ലാറ്റ്ഫോമിനകത്തൊക്കെ പോവാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള ക്ലയൻസിന് വേണ്ടിയിട്ടും ഒക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ദിസ് പ്രോജക്റ്റ് ആൻഡ് അത് മമ്മൂക്കാടെ പ്രോജക്റ്റ് ആകുമ്പോൾ ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് ഫോർ മീ ഞാൻ അത് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ബിയോണ്ട് എ ഹ്യൂജ് റീച്ച്. അപ്പം ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്തിരുന്ന പോലെയല്ല. ഈ വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് സീൻ ബൈ ഈ പറഞ്ഞ പോലെ മില്യൺസ് ഓഫ് പീപ്പിൾ. അപ്പം ഇതിൽ ബാക്കിയുള്ളവരിനകത്തേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനകത്തേക്ക് തുടങ്ങുമ്പോൾ, എസ്പെഷ്യലി ഫിലിം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എപ്പോഴും ഫാസിനേറ്റഡ് ആക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം തൊട്ടിട്ടേ നമ്മളെ ആസ് എ പേഴ്സൺ ഷേപ്പ് ചെയ്യുന്നത് സിനിമകളാണ്. ആസ് എ മലയാളി നമ്മളെല്ലാവരും ചെറുപ്പം തൊട്ടിട്ടേ വളർന്ന് വലുതാവുന്നത് മമ്മൂക്കാടെയും ലാലേട്ടൻ്റെയും ഇവരുടെ എല്ലാവരുടെയും സിനിമകൾ കണ്ടിട്ടുമാണ്. അപ്പം നമുക്ക് ഉള്ളിലെപ്പോഴും നമ്മളെന്നും ഈ പറയുന്ന പോലെ വളരെ റെസ്പെക്റ്റോടുകൂടിയും ആരാധനയോടുകൂടിയും അല്ലെങ്കിൽ ഓൺ എ ഡെയിലി ബേസിസ് ഇവരുടെ മുഖം കാണാതെ പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം നമ്മളെ തന്നെ ഒരുപാട് ഷേപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഫോർ മീ ഞാൻ എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ഓരോ മൊമെന്റ്സ് ആയിരിക്കും ഇതൊക്കെ. അത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വരും എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. മേ ബി അവരുടെ കൂടെ ഒന്ന് നിന്നൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിട്ട് പോകുന്നുണ്ടാവുക. അപ്പം ഇതിനകത്ത് ഈ ഒരു പ്രോജക്റ്റ് കിട്ടുമ്പോൾ, എസ്പെഷ്യലി മമ്മൂക്കാട് ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് കിട്ടിയതിൽ ഐ എം സോ ഹാപ്പി. അപ്പം അതിൽ ഇത് വർക്ക് ചെയ്ത് വരിക, അവരുടെ വർക്കിംഗ് ഓൺ എ പോസ്റ്റർ വിത്ത് മമ്മൂക്കാസ് പിക്ചർ, അല്ലെങ്കിൽ അവരുടെ പിക്ചർ നമ്മൾ ഇരുന്ന് എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ വി ഓൾറെഡി ഹാവ് ദറ്റ് ആ ഒരു ഗൂസ് മൊമെന്റ് ഉണ്ടാവും നമുക്ക് ഉള്ളിൽ. ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഇറ്റ് വാസ് എ ഹ്യൂജ് എക്സ്പീരിയൻസ്. ഇറ്റ് ഈസ് റിയലി അൺഫോർഗറ്റബിൾ ആണ് എനിക്ക് ഈ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ.